നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അടുക്കള വിശേഷങ്ങളാണ്. അപ്പൊ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ ക്ലീനിങ് കുറച്ച് കാര്യങ്ങൾ, പിന്നെ എളുപ്പത്തിൽ നമ്മളെ പണികളൊക്കെ എങ്ങനെ ചുരുക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടലൊക്കെ ഒരു 5-6 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. കടലൊക്കെ അങ്ങനെ വിസിലൊക്കെ അടിച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. രാവിലത്തെ പണിയൊക്കെ എടുക്കാൻ വേണ്ടി അമ്മയെ സഹായിക്കാൻ വേണ്ടി എണീച്ചിട്ടുണ്ട്. മിന്നുസേ, എന്നാ ഇന്ന് വേണ്ടേ? കടി എന്താ വേണ്ടേ? അപ്പൊ വേണോ? അപ്പൊ ആക്കണ്ടേ? നോക്കി. ഹലോ ഹലോ, താഴെ ഇറങ്ങുവാ, താഴെ ഇറങ്ങുവാ. നമുക്ക് എന്തോ ഒരു പണികളുണ്ട് ഇന്ന്. അമ്മ താഴെ ആക്കട്ടെ. കളിച്ചോട്ടാ. അമ്മ വേഗം ആക്കി തരുവേ, വേഗം ആക്കി തരുവേ. ബാ രണ്ടാളും കളിച്ചോ. എവിടുന്ന് ഓർത്തു? ഡാഡിയൊക്കെ നോക്കാൻ പോയിനി. പൂച്ചയുണ്ടോ അവിടെ? അങ്ങ് പോണ്ടേ? മിനുമോളെ വീണു. ഇനി വാ. എത്ര പൂച്ചയുണ്ട്? 2 പൂച്ചയില്ലേ? കൊറേ ഉണ്ടാ? കോഴിയോ? അതെന്തുന്നത്? അവിടെ പൂച്ചയുണ്ടോ? പൊന്നോ ഇനി അപ്പത്തില്ലേ തരൂലേ? കഴിഞ്ഞുട്ടാ. രാവിലെ ഇതൊന്നും കഴിക്കരുത്. ഇനി ഇല്ല കേട്ടാ. ഇനി ബിസ്ക്കറ്റ് ഇല്ല. ബിസ്ക്കറ്റ് അങ്ങനെ കഴിച്ചൂടാ. എന്താണ് വേണ്ടത്? അവിടുത്തെ പാവ എവിടെ? പാവ എടുത്തിട്ട് വന്നാ വേഗം. രാവിലെ തന്നെ 2 ആളും എണീറ്റിട്ട് അത് എടുക്കല്ലേ നാളെ. എന്താണ്? ഇനി ഇല്ല കേട്ടാ, തീരു പോയേ. നമുക്ക് വേഗത്തില് വെള്ളം ചൂടാക്കാൻ വെക്കാം. വേഗത്തില് കുഴച്ചെടുക്കാം. 2 പേരും എന്താ ചെയ്യുന്നേ? എന്താ പരിപാടി? താഴേന്ന് എടുത്തിട്ട് കഴിക്കരുതേ. ചാട്. പുറത്തു പോയിട്ട് കളി. വേഗം വായിലിടല്ലേ. ചിച്ചിയാണേ. ഇനി ഇല്ലല്ലോ, തീന്നു പോയില്ലേ? അങ്ങനെ നമ്മള് പുട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വരുന്നുണ്ട്. ഇച്ചിരി കറിയിലേക്ക് തേങ്ങ അരക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ പുട്ട് റെഡി. അടിപൊളി. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് അല്ലേ? പുക പോകുന്നുണ്ട്. അപ്പൊ പുട്ട് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു റൗണ്ടും കൂടി ആക്കണം. ഇതിവിടെ ഇരിക്കട്ടെ.
അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് പുട്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവിയൊക്കെ വരുന്നുണ്ട്. കറിയിൽ നമ്മൾ കടലക്കറിയിൽ കടുവൊക്കെ പൊട്ടിച്ചിട്ടു. പിന്നെ നമ്മൾ ഓരോ പാത്രങ്ങളായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒഴിവാക്കുക ചെയ്യുന്നു. ആവശ്യമില്ലാത്ത പാത്രങ്ങളെല്ലാം അപ്പാടെ തന്നെ ബേസനിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അടുക്കള നമ്മൾ കൈയോടെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഭാഗം പണികളൊക്കെ ചുരുങ്ങി കിട്ടും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാൻ ഓരോരോ പണി കഴിയുന്നതിന് ഒരു തുണി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ബാക്കി ചെറിയ തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പാടെ തന്നെ നോക്കി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇത്തിരി എളുപ്പമായിരിക്കും. രാവിലത്തെ കടിയൊക്കെ ആക്കി കഴിഞ്ഞ ശേഷം കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കുറച്ചായിട്ട് കഴുകി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പാത്രങ്ങളില്ല. നമ്മൾ ജോലിയുടെ ഇടയ്ക്ക് ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ അപ്പാടെ കഴുകി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പാത്രം കഴുകലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇച്ചിരി എളുപ്പം കൂടിയായിരിക്കും. സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല മത്തി മുളകിട്ടതുണ്ട്. പിന്നെ പച്ചടി വെച്ചിട്ടുണ്ട്. മത്തി മുളകിട്ടത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിന്റെ മീന് മാത്രം എടുത്ത് കൊടുക്കുള്ളൂ. കറി എരിവായതുകൊണ്ട് അവര് കഴിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് പച്ചടിയും വറവും ആക്കിയിട്ടുണ്ട്. ബീൻസ് വറവ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ കുറച്ച് മത്തി അതിൻ്റെ അകത്ത് എടുത്തിട്ട് വറുത്തിട്ടുണ്ട്. കുറച്ച് മത്തി എടുത്തിട്ടുള്ളൂ വെച്ചാല് അമ്മ അധികം കഴിക്കില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ച് വെക്കേണ്ടി വരും. കുറച്ച് മത്തി വറുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഫ്രൈ ചെയ്തത് ഇപ്പൊ കൊടുക്കാറില്ല. ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കൊടുക്കാത്തതാണ് നല്ലത്. അതുകൊണ്ട് കറി വെച്ച് മത്തി മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. ഇതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ. അപ്പൊ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ക്ലീനിങ് ആ പണിക്കൊക്കെ ഇറങ്ങിയത്. അപ്പൊ നമുക്കിനി അതിന്റെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായ ഒത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനത് ഒക്കെ മാറ്റിയിട്ട് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം എടുക്കുകയാണ്. അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് പാത്രം കഴുകുന്ന ജോലികളൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മൾ കുറച്ച് ദിവസം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഒത്തിരി പാത്രം എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പം കുറച്ച് പാത്രങ്ങൾ കൊണ്ട് പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പോലും ഒത്തിരി പാത്രം സ്ട്രെയിൻ ചെയ്ത് കഴുകണ്ട എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് മാറ്റി വെച്ചിട്ട് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം എടുത്ത് വെക്കാന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് അതൊക്കെ ഒന്ന് ഒരു തുണി വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തു. അതവിടെ ഇങ്ങനെ നല്ലോണം ഉറപ്പിച്ച് വെച്ചതുകൊണ്ട് എടുത്തിട്ട് നമുക്ക് കയ്യിലൊക്കെ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ അത് സാധിക്കുന്നില്ല. അത് നല്ല ഫിറ്റ് ആയിട്ടുള്ളത്, പോരാത്തിന് കുറച്ച് ഹൈറ്റിലും ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എടുത്തിട്ട് താഴെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു തുണി വെച്ചിട്ട് നല്ല വൃത്തിക്ക് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ അതിലേക്ക് തിരികെ വെക്കുക. ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചു. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് നമ്മൾ ബാക്കിയെല്ലാ പണികളും കഴിഞ്ഞപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നോക്കാം. നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ അടുപ്പൊക്കെ കത്തിക്കുന്ന വീടുകളിലാണെങ്കിൽ വെണ്ണീരൊക്കെ കിട്ടും. അപ്പൊ വെണ്ണീര് അത് മാത്രം മതി. വെണ്ണീരിട്ട് തേച്ചാലും നല്ല വൃത്തിയാണ്. അപ്പൊ ഞാൻ അതിന്റെ കൂടെ ഇത്തിരി പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡും കൂടെ ചേർത്തിട്ടാണ് കഴുകുന്നത്. ഇതുപോലത്തെ ഒരു പാത്രം കഴുകുന്ന ഇതില്ലേ, ഇതുപോലത്തെ ഇതുകൊണ്ടാണ് ഞാനത് ഉരച്ച് ക്ലീൻ ചെയ്യുന്നത്. ഇതിപ്പം കുറച്ച് യൂസ് ചെയ്തിട്ട് കളയാൻ വെച്ച ഒരു സംഭവമാണ്. അപ്പം ഇത് നമ്മൾ ഒഴിവാക്കിയ സാധനമാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പൊ ആദ്യം കുറച്ച് വെണ്ണീര് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ല വൃത്തിക്ക് അതൊന്ന് തേച്ചെടുക്കാം. ഇത് കുറച്ച് പഴയ സിങ്കാണ്. ഒരുപാട് വർഷമായി ഈ സിങ്ക്. അപ്പം ഒരുപാട് വെട്ടിത്തിളങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിൻ്റെതായ ഒരു ഇതുണ്ടാവും കേട്ടോ. ഇപ്പൊ പുതിയതെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന പോലെയല്ല. ഇച്ചിരി തിളക്കം ഉണ്ടാവില്ല, പക്ഷെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. ഇതിന്റെ ഈ അരുവശങ്ങളൊക്കെ നല്ലോണം വറുത്തിട്ട് നമ്മളിതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക. നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ എപ്പോഴും ഇത് ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ വെണ്ണീരൊക്കെ ഇട്ടിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യാറുള്ളൂ. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം എന്നല്ല, നമുക്ക് പറ്റുമ്പോ. അപ്പൊ അത് നല്ല വൃത്തിക്ക്. പിന്നെ എപ്പോഴും പാത്രം കഴുകുമ്പോ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി അഴുക്കൊന്നും ഉണ്ടാവില്ല. കണ്ടില്ലേ, നല്ല ക്ലീൻ ഒക്കെ ആയിട്ടുണ്ട്.
പുതിയ സിങ്ക് പോലെ അങ്ങനെ നല്ല തിളക്കമൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം ഇത് കുറച്ച് പഴയ സിങ്കാണ്. അപ്പം പക്ഷെ നല്ല നീറ്റായിരിക്കും, നല്ല വൃത്തിയായിട്ടുണ്ടാവും. അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്. വെണ്ണീര് ഇതുപോലെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. വെണ്ണീരും ഇതൊക്കെ ഉണ്ടെങ്കിൽ വെണ്ണീരും കുറച്ച് ലിക്വിഡൊക്കെ ഇട്ടിട്ട് തേച്ച് നോക്ക്, നല്ല വൃത്തിയാവും. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.